അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്നല്ലേ? ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്മയ്ക്കൊരു ലീവ് കൊടുക്കുന്നതിനെ പറ്റിയാണ്. അതായത് കുഞ്ഞിലേ മുതലേ അമ്മ ഞങ്ങളെ അങ്ങനെ പണിയൊന്നും വലിയ കാര്യത്തിലെടുപ്പിക്കാറില്ല, അടുക്കളയിൽ കയറ്റാറുമില്ല. അതിൻ്റെ പേരിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വഷളാക്കാണ് അമ്മ എന്നൊക്കെ. പക്ഷെ അന്ന് അമ്മ കൊടുത്ത മറുപടി, അവർക്കിപ്പോൾ പഠിക്കാനുള്ള പ്രായമല്ലേ, അവർ പഠിച്ചോട്ടെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പം ഞാൻ ചെയ്തോളാം. അമ്മ അങ്ങനെ പരാതികളൊന്നും പറയാത്ത ഒരാളാണ്. അമ്മയ്ക്ക് അമ്മയുടേതായ കാര്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ വല്ല തിരക്കോ വയ്യായോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് അമ്മ നമ്മളെ വിളിച്ച് എന്തെങ്കിലും ഒരു പണി പറയുന്നത്. അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, അവർ രണ്ടുപേരും ചെറുപ്പം മുതലേ നിങ്ങൾ ഇത് ചെയ്യണം, ഇതേ ചെയ്യാൻ പാടൂ, ഇവരോട് മിണ്ടണം അവരോട് മിണ്ടരുത്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുക, പറയാൻ പറ്റുമോ നിങ്ങൾ പറയാം. അല്ലാതെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും, അതായത് ഒരു ടോക്സിക് പാരൻറ്റിങ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സോ വി ആർ ലക്കി. പിന്നെ അടുക്കളയിൽ കയറാത്തതിൽ അമ്മയ്ക്ക് പരാതി ഇല്ലെങ്കിലും അച്ഛൻ ഞങ്ങളെ വഴക്ക് പറയാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒറ്റയ്ക്ക് കടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അച്ഛന് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് ഞങ്ങളോട് വന്ന് പറയും, എൻ്റെ ഭാര്യനെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്ന്. അതൊരു തമാശയുമാണ്, കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇന്ന് അമ്മയ്ക്കൊരു ലീവ് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ അങ്ങ് ഞാൻ ചെയ്തു. ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് എന്നേക്കാൾ ടെൻഷനാണ് അപ്പുറത്ത് നിൽക്കുന്ന അമ്മയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കിയിട്ട് ഞാൻ വരണോ, ഞാൻ ചെയ്യണോ, എത്ര പറഞ്ഞാലും അമ്മ കേൾക്കില്ല. പിന്നെ ചായക്കുള്ള സമയമായപ്പോൾ ഞാൻ പോയി സ്നാക്സ് വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ എനിക്ക് മധുരമുള്ള ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതും ചായയും പിന്നെ ഒരു സിനിമയൊക്കെ അങ്ങിരുന്ന് കണ്ടു. ഇതാണ് എൻ്റെ അച്ഛൻ. ഇനി അച്ഛൻ്റെ കാര്യം പറയാനാണെങ്കിൽ സൂപ്പർ കൂളാണ് അച്ഛൻ. കാലാവസ്ഥ മൂലം ചിലപ്പോൾ ഈ ചിരിയൊക്കെ പോയി ദേഷ്യം വരാറുണ്ടെങ്കിലും ആള് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഞാൻ തുണിയൊക്കെ എടുത്തു വെച്ചു, ഫുഡ് രാത്രിക്കുള്ളത് വാങ്ങിച്ചു, കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കിടക്കാൻ പോകുന്നു. ഗുഡ് നൈറ്റ്.